ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹലോ കൂട്ടുകാരെ. ഞാനൊരു മിഷൻ ഓപ്പറേറ്ററാണ്. അതായത് ഞാൻ ഈ വീഡിയോ തുടങ്ങാനുള്ള കാരണം കുറേ കൂട്ടുകാരെ എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ ടൈലർ മെഷീനെ പറ്റിയിട്ട്. പിന്നെ ഒരു ഇൻട്രഡക്ഷൻ എന്ന നിലയ്ക്ക് ഞാൻ ഇതിനെപ്പറ്റി ഒരു കാര്യം പറയാം. ഇന്ന് നമ്മളെ വേൾഡിൽ തന്നെ ചെറിയ ഒരു ചെലവിൽ ഒരു ഫാമിലിക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പും കൂടിയാണ് നമ്മുടെ ഈ മിഷൻ. കാരണം ചെറിയ രൂപക്ക്, അതായത് നമ്മൾ ഒരു 6000-5000 രൂപക്കൊക്കെ നമുക്ക് ഇതുപോലുള്ള ചെറിയ മിഷൻ വാങ്ങാൻ, അതുകൊണ്ടൊരു ജീവിതം തന്നെ മുന്നോട്ട് പോകാനും പറ്റും. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല. എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അയ്യോ ഇന്ന് നമ്മൾ ഇത് ചെയ്തതുകൊണ്ട് സൂചി പൊട്ടിപ്പോയി, അല്ലെങ്കിൽ സ്റ്റിച്ച് ശരിയാകുന്നില്ല, പല കംപ്ലയിൻസും ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ നമ്മളിപ്പോൾ എല്ലാവരും മാധ്യമങ്ങളും അതുപോലെ തന്നെ വീഡിയോകളും ഒക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു വീഡിയോ തന്നെ നമ്മുടെ കാര്യങ്ങൾ, അറിവ്, നല്ലൊരു അറിവുള്ള ആളൊന്നും അല്ലെങ്കിലും എനിക്ക് അറിയാവുന്ന അറിവുകൾ നിങ്ങൾക്കും കൂടി പങ്കുവെക്കാൻ വേണ്ടി ആണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കെന്ന കാര്യത്തിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സൂചി തന്നെയാണല്ലോ. നമുക്ക് സൂചിയിലേക്ക് കാണാം. നമ്മളിതാ ഈ സൂചിനെ പറ്റി സംസാരിക്കുന്നതാണെങ്കിൽ, ഈ സൂചിയുടെ ഒരു ഭാഗം ഉരുണ്ടിട്ടും മേലെ ഭാഗം, ആ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് പരന്നതായിട്ടും കാണാം. അതുപോലെ തന്നെ ഈ പരന്ന ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് നീളമുള്ള ഒരു ചാനൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കൈ കൊണ്ട് ടച്ച് ചെയ്താൽ നമുക്കറിയാൻ പറ്റും ഒരു ചാനൽ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഈ ചാനൽ എന്തിനാണ് കൊടുത്തതെന്ന്. കുറേ ആൾ എന്നോട് ചോദിച്ചിട്ടിരിക്കുന്നു, ഇതെന്തിനാ സൂചി കംപ്ലീറ്റ് ഉരുട്ടിയിട്ടെല്ലാം ഉണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ സാധനം നമ്മുടെ ത്രെഡ് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അത് വ്യക്തമായിട്ട് ഒരാൾക്കും മനസ്സിലാകുന്നില്ല. വെറുതെ ഒരു സൂചി അങ്ങോട്ട് അടിക്കുക എന്നുള്ള ഒരു പ്രത്യേകത മാത്രം എല്ലാവർക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നൂല് പൊട്ടിക്കൊണ്ടേയിരിക്കും. ഇത് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. അതായത് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് നൂല് പൊട്ടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട മാർഗം എന്താണെന്ന്, ഇനി നമുക്ക് ഈ നീഡിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് അതിനെ പറ്റിയിട്ട് പഠിക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നീഡിലിൻ്റെ ഒരു ഭാഗം പരന്ന ഭാഗം, അതറിയാൻ പറ്റും, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. അതിന് ശേഷം നീഡിലിരുന്ന ഈ സ്ക്രൂ ലൂസാക്കിയിട്ട് നീഡിലിൻ്റെ പരന്ന ഭാഗം, അതായത് നോക്കിയിട്ട് ശ്രദ്ധിച്ച് ഉള്ളിലേക്ക് നല്ല പോലെ, അതായത് അതിൻ്റെ മേലെ ഒരു സ്ക്രൂ ഉണ്ടാവും, അതിൻ്റെ മേലെ തട്ടുന്ന രീതിയിൽ മേലോട്ട് നല്ല പോലെ തള്ളി വെച്ച് ടൈറ്റ് ചെയ്യണം. ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതിന് ഒരു ചാനൽ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ഈ ചാനൽ പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഏത് മെഷീനിൽ നീഡിലിട്ടാലും, അതായത് നമ്മൾ സൂചി ഇട്ടാലും ഈ ഇടത് വിരൽ ഉപയോഗിച്ചിട്ട് ഈ ചാനൽ ഒന്ന് ഈ ഇടത് ഭാഗത്ത് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലാവർക്കും പറ്റുന്ന അബദ്ധങ്ങളാണ്. കാരണം ഇത് തിരിച്ചിട്ടാലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് റൗണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡ് തിരിഞ്ഞ് പോയി നമ്മൾ ഇട്ടാലും, അറിയാതെ അങ്ങനെ സംഭവിച്ചാലും സ്റ്റിച്ച് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് കുറച്ച് കട്ടി കൂടിയ തുണിയിലോ ഇതോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് പൊട്ടിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് ഭയങ്കര അലോസരമായി പോകും. നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ചിട്ട് നീഡിലിട്ടാൽ ഏത് മെഷീൻ ആയിക്കോട്ടെ, മെഷീനിൽ നീഡിലിട്ടാലും ഈ വിരൽ കൊണ്ട് ഒന്ന് സാധാരണ നമ്മളൊരു പല്ല് തേക്കുന്ന രീതിയിൽ അതുപോലെ ഒന്ന് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഒന്ന് അരിച്ച് നോക്കണം. അങ്ങനെ അപ്പോൾ ഈ ചാനലിൽ നമ്മൾ വിരൽ ഇങ്ങനെ ഇട്ടാൽ നമുക്ക് മനസ്സിലാവും ഇതെന്തിനാന്ന് വെച്ചാൽ, ഈ ചാനൽ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിലെ വരുന്ന ത്രെഡ്, അതായത് നൂല് ഈ ചാനലിൻ്റെ സൈഡിൽ കൂടി കടന്നു പോകുന്നത്. അത് എവിടെ ടച്ച് ചെയ്താലും ഒരു പ്രശ്നം വരില്ല. ഇതെല്ലാവർക്കും വരുന്ന ഒരു ഭയങ്കര പ്രോബ്ലം. ഓക്കെ, അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എനിക്ക് എഴുതുകയും ചെയ്യണം. ഓക്കെ, ബൈ.